ഇന്ന് നമ്മൾ ഈദായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ മീന പോർട്ടാണ്. എല്ലാവർക്കും അറിയുന്ന സ്ഥലമായിരിക്കും. ഭയങ്കര ഫേമസാണ് ഖത്തറിൽ. ഏറ്റവും ഫേമസ് ആയൊരു സ്ഥലമാണ് മീന പോർട്ട്. ഇവിടെ ടൂറിസം പ്രൊമോഷനും എല്ലാം വേണ്ടിയിട്ട് നല്ലോണം അവിടെ നല്ല സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് മീന പോർട്ടിലേക്കാണ് പോകുന്നത്. നമ്മളൊരു ഊബറാണ് വിളിച്ചിട്ടുള്ളത്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് അവിടെയൊക്കെ കാണാൻ. മൊത്തം ലൈറ്റ് കൊണ്ടും മറ്റും അലങ്കരിച്ച് നന്നായി വെച്ചിട്ടുണ്ട്. കാരണം പിന്നെ ഇതിൻ്റെ ടൈമായും കൂടിയില്ല, അതുകൊണ്ട് നന്നായി വിളക്കുകളെല്ലാം വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തായാലും സ്ഥലം നല്ല ഭംഗിയുണ്ട്. അവിടെ പിന്നെ പോർട്ടാണ്, എന്താ പറയുക, ഷിപ്പും മറ്റേതും ഒക്കെ വന്നിറങ്ങുന്ന സ്ഥലമാണ്. പണ്ടിത് എന്താ പറയുക, ഇവിടുത്തെ മെയിൻ ട്രേഡ് നടന്നുകൊണ്ടിരുന്നത് ഈ മീന പോർട്ടിൽ വെച്ച്. ഇപ്പോൾ അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടൂറിസം പ്രൊമോഷനും പിന്നെ അങ്ങനത്തെ ഇതിനെല്ലാം യൂസ് ചെയ്തിരുന്നെങ്കിൽ പണ്ടിത് ഭയങ്കര പിന്നെ ഈ ദോഹൻ്റെ ഒരു എന്താ പറയുക സെൻട്രൽ ട്രേഡിന് വേണ്ടി ഉപയോഗിച്ചൊരു സ്ഥലം തന്നെ പറയാം. അതിലൂടെയാണ് മിഷനറീസും ഓയിലിനും ഇതിനെല്ലാം വേണ്ടുന്ന സംഭവങ്ങളെല്ലാം ഇതിലൂടെയായിരുന്നു വന്നിരുന്നത്. ഇപ്പം ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയിട്ട് അവർ പല സാധനങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ അട്രാക്ഷനെ കണ്ടില്ലേ, പിന്നെ അവിടെ പക്ഷികളുടെ പ്രതിമകളും പിന്നെ കുറേ എന്താ പറയുക സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സും പിന്നെ ഫിഷും അങ്ങനത്തെ ഫിഷ് മാർക്കറ്റ് പോലെയൊക്കെ അവിടെ നന്നായി ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന സമയം മാറിപ്പോയി. നമുക്ക് രാവിലെ എന്താ പറയുക സൺറൈസിൻ്റെ സമയത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടായി. പക്ഷേ ഇപ്പം നല്ല തന്നെ നല്ല വിളക്കുകളെല്ലാം കാണാൻ പറ്റി. എന്നാലും രാവിലെ ആയിരുന്നു വരേണ്ടത്. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പക്ഷികളൊക്കെ കാണാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ റീൽസിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം വിചാരിച്ചാണ് നമ്മൾ വന്നത്. പക്ഷെ നമ്മൾ വന്നിറങ്ങിയ സമയം തെറ്റിപ്പോയി, രാത്രി ആയിപ്പോയി. ഒന്നുമില്ല, പക്ഷികളെയോ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു കുറേ കാലമായി ഇവിടത്തേക്ക് വരണം എന്ന് വിചാരിക്കും. പക്ഷേ എത്രയായിട്ടും നമുക്ക് ഇവിടത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇറങ്ങിയ സമയത്തും പിന്നെ യുദ്ധമെല്ലാം തുടങ്ങി. പിന്നെ അതുകൊണ്ട് തന്നെ ഒന്നും എവിടെയും പോകാനോ പിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിന് നമ്മൾ വിചാരിച്ച് പോസ്റ്റ്പോൺ ചെയ്യുക, നാളെ മറ്റന്നാളോ അങ്ങനെ പോകാമെന്നെല്ലാം വിചാരിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ച് കുറേ കാലമായി ഈ സ്ഥലത്ത് വരാൻ വിചാരിച്ചവരൊന്നും നമുക്ക് വരാൻ പറ്റിയിട്ടില്ല. അധികം മുടക്കങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് രാത്രിയെങ്കിൽ രാത്രി, ഇരുടായി എല്ലാം അറിയാം, എന്നാലും നമ്മൾ അങ്ങനെയെങ്കിൽ അങ്ങനെ വിചാരിച്ച് ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വേറൊരു ദിവസം നമുക്ക് രാവിലെ തന്നെ ഇറങ്ങി ഇതൊക്കെ ഒന്ന് നന്നായി ആസ്വദിച്ച് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ അത്യാവശ്യം അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ വരികയാണ്. നല്ല രസമാണ്. അവിടുന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്തു. ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. നമ്മൾ വിചാരിച്ചാൽ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവും. എന്താ യുദ്ധമെല്ലാം ആയതുകൊണ്ട് ആരും പുറത്തൊന്നും ഇറങ്ങില്ലെന്ന് വെച്ചാൽ. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നല്ല സ്ഥലമാണ്. എല്ലാവരും ഖത്തറിലേക്ക് വരികയാണെങ്കിൽ ഈ മീന പോർട്ട് തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. നമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനിയും പ്ലാൻ ചെയ്തിട്ടുണ്ട് രാവിലെ വന്നിട്ട് കുറച്ച് വീഡിയോസെല്ലാം എടുക്കണം, അവിടുന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കണം എന്നിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അത്രയല്ലേ ഉള്ളൂ. നമ്മൾ മീന പോർട്ടിലും പോയി പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്നത്തെ ഈ കുഞ്ഞി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും വേറൊരു ഖത്തർ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുത്, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.